ബാത്റൂമിന് കുഴപ്പമുണ്ട്, കുളിക്കാനും ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരു സൗകര്യക്കുറവുണ്ട്. ആരെല്ലാം ചെയ്തു കൊടുക്കുന്നില്ലയോ? കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് എന്തെല്ലാം ചെയ്യാം. അതേപോലെ ഒരു ബാത്റൂം ഈ ഭാഗത്ത് പ്രയോജനം കുണ്ടറയെന്നാണ് വരുന്നത്. ബുദ്ധിമുട്ട് ഉണ്ടാകും. ഞങ്ങൾക്ക് ബാത്റൂമിന് കുഴപ്പമുണ്ട്, കുളിക്കാനും ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരു സൗകര്യക്കുറവുണ്ട്. അത് ഇതിനു മുമ്പ് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ലാതായി. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ സ്ഥിരം ഇവിടെ നമുക്കിപ്പം ഇച്ചിരി ആഹാരം കഴിച്ചാൽ നമുക്ക് ബാത്റൂമിൽ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്നാൽ അവർ വെള്ളമില്ല. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് അവിടെ പോയി 10 രൂപ കൊടുക്കണം. സർക്കാരിൻ്റെ ഒരെണ്ണം ആണെങ്കിൽ നമുക്ക് ആ പൈസ നമ്മളൊരു അന്നദാനത്തിന് ആ 10 രൂപ ചെന്ന് അത് നമ്മൾ അതിനൂടെ കൊടുക്കാൻ 10 രൂപ ചിലപ്പോൾ 1, 2, 3 വട്ടം ആയിരിക്കും ഓരോരുത്തർ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊരു സാഹചര്യം അമ്മ എവിടുന്നാ വരുന്നത്? ഇവിടെ കമ്പാർട്ട്മെന്റിന്റെ ബുദ്ധിമുട്ടുണ്ടോ? ബാത്റൂമിന്റെ ഉണ്ടല്ലേ? അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ അപ്പുറത്ത് ആ ഹോമിയോ ഹോസ്പിറ്റലിൽ അവിടത്തേനാണ് പോയത്. അവിടെ സൗകര്യങ്ങളുണ്ടോ? അവിടെ സൗകര്യം അവിടെ 2 ഉള്ളു ബാത്റൂം. ടോയ്ലറ്റ് കുളിക്കണമെങ്കിലും ഒക്കെ ബാത്റൂമിൽ പോകണമെങ്കിലും ബുദ്ധിമുട്ടാണ്. വരണമുണ്ടെങ്കിൽ അത് പ്രയോജനമാണ്. തീർച്ചയായിട്ടും. ആരെല്ലാം ചെയ്തു കൊടുക്കുന്നില്ലയോ? കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് എന്തെല്ലാം ചെയ്യാം. അതേപോലെ ഒരു ബാത്റൂം ഈ ഭാഗത്ത് പ്രയോജനം. അവിടെ ഇവിടെ എല്ലാം ആഹാരം ചിലർക്ക് പറ്റി കുടിക്കത്തില്ല. ചിലപ്പോൾ 2, 3 മെട്ടൊക്കെ ബാത്റൂമിൽ പോയി വെള്ളമില്ലാതെ നമ്മൾ അതിൻ്റെ വേണം. തീർച്ചയായിട്ടും. അമ്മ ഇവിടെ എന്താണ് ബുദ്ധിമുട്ട്? ബാത്റൂമിന് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും അറിഞ്ഞൂടാ. ഞാൻ തന്നെയല്ലേ? ബാക്കി കാര്യങ്ങൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ വന്ന് എന്നാല് സൗകര്യം എല്ലാവർക്കും വേണ്ടുന്നില്ല. അമ്മേ, കാര്യം ഇവിടെ ബാത്റൂമിന്റെ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ടല്ലേ? ഓക്കെ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ